നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ദിവസവും ട്രെയിനിൽ യാത്ര പോയി ജോലിക്ക് പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും അതുപോലെ ദിവസവും വീട്ടിൽ നിന്നും കുറെ അധികം ദൂരെയുള്ള സ്ഥലത്തേക്ക് ജോലി സ്ഥലത്തേക്ക് ട്രെയിനിൽ പോയിട്ട് രാത്രി അതുപോലെ തന്നെ ട്രെയിനിൽ തിരികെ വരാറ് പതിവുണ്ട്. അവരൊക്കെ ഡെയിലി ട്രെയിനിൽ പോകുന്ന യാത്രക്കാരാണ്. ലേഡീസൊക്കെ, പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളുടെ ആയിട്ടുള്ള കമ്പാർട്ട്മെന്റിലായിരിക്കും കയറുക. ഇപ്പം സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കേരളത്തിൽ ദൂരം കൂടുതലായതിനാൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വീടുള്ള ആൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ജോലിക്ക് പോകണമെങ്കിൽ വെളുപ്പിനെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആയതിനാൽ കേരളത്തിലുള്ളവർ മിക്കവാറും വെളുപ്പിനെ തന്നെ ട്രെയിനിൽ കയറിയിരുന്ന് അവരുടെ പൂർത്തിയാകാത്ത ഉറക്കം പൂർത്തിയാക്കുകയാണ് പതിവ്. രാത്രിയിൽ തിരികെ വരുന്നവർ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിലാണെങ്കിൽ വീട്ടിലെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടി പച്ചക്കറികൾ വാങ്ങിക്കുകയും അത് അടുക്കി വെക്കുകയും അത് അരിഞ്ഞെടുക്കുകയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാറ് പതിവുണ്ട്. ചിലരാകട്ടെ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്നായിരിക്കും അവരുടെ ജോലിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ടീച്ചർമാരൊക്കെ ആണെങ്കിൽ അവരുടെ പരീക്ഷ പേപ്പറുകൾ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് ചെയ്യാറ് പതിവുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ നടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ പണ്ട് കാലത്ത് അവിടെ ജോലിക്ക് പോയിരുന്ന സമയത്ത് ഞാൻ യാത്ര ചെയ്തിരുന്ന ലേഡീസ് കമ്പാർട്ട്മെന്റിലെ സ്ത്രീകൾ ചെയ്യുന്ന ഒരു പ്രധാന പണിയായിരുന്നു കമ്പിളി ഉടുപ്പുകൾ ഉണ്ടാക്കുക. കമ്പിളി ഉടുപ്പുകൾ വളരെ അത്യാവശ്യമാണ്. മുംബൈയിലെ കാലാവസ്ഥയിൽ തണുപ്പ് സമയത്ത് ധാരാളമായി കമ്പിളി വസ്ത്രങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അതിനാൽ തന്നെ സ്ത്രീകൾക്കെല്ലാം കമ്പിളി വസ്ത്രങ്ങൾ നെയ്തെടുക്കുവാൻ അറിയും. അവരെല്ലാം ചെറുപ്പത്തിൽ തന്നെ കമ്പിളി വസ്ത്രങ്ങൾ നെയ്യാറ് പതിവുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ സ്ഥിരം ജോലിയാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ കമ്പിളി നൂലുകൾ വാങ്ങിച്ചിട്ട്, പല കളറിലുള്ള കമ്പിളി നൂലുകൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഞാനുണ്ടാക്കിയ ഒരു ഷാളാണ് ഇവിടെ കാണുന്നത്. അത് രണ്ട് നിറത്തിലാണ് അതിൻ്റെ കമ്പിളി നൂലുകൾ ഉള്ളത്. ഒരെണ്ണം പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് കറുത്ത കളറിലും ഉള്ള കമ്പിളി നൂലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ കമ്പിളി നൂലുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ചുറ്റി ചുറ്റി എടുത്ത് വലിയ ബോളുകളാക്കി വയ്ക്കും. അത് കട്ട പിടിച്ച് അതിനെ കെട്ടുകൾ വീണ് നൂല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ബോളുകളാക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള പല നിറത്തിലുള്ള ബോളുകൾ കാണും ഈ സ്ത്രീകളുടെയൊക്കെ കയ്യിൽ. അതെല്ലാം ബോളുകളെല്ലാം കൂടെ വെച്ച ഒരു പാക്കറ്റ് കാണും. ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ട്രെയിനിൽ കയറി ഇരിക്കുക. അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം കിട്ടുന്നവർ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഓരോ ബോളിനകത്തുനിന്നും കമ്പിളി നൂലെടുത്ത് ഇവരുടെ കയ്യിൽ അത് നെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം കാണും. അത് ഒരു ചെറിയ ഒരു കമ്പിയാണ്. രണ്ട് കൈയിലും പിടിക്കാൻ രണ്ട് കമ്പി കാണും. കമ്പിയുടെ അറ്റത്തായി ഒരു ഹൂക്ക് കാണും. അപ്പം ഈ ഹൂക്കിൽ വെച്ച് ഈ നൂലിനെ കുരുക്കി എടുത്തിട്ട് രണ്ട് കൈയിലുള്ള രണ്ട് കമ്പിയും വെച്ചിട്ട് അത് പലതരത്തിൽ നെയ്തെടുത്ത് ആണ് അതിൻ്റെ പല കണ്ണികൾ ഉണ്ടാക്കി ആണ് അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കുക. അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനുകൾ ഉണ്ടായി വരും. ഇങ്ങനെയുള്ള ഈ കമ്പികൾ വെച്ച് പല തരത്തിൽ അവർക്ക് നെയ്തെടുക്കാൻ ഉള്ള പ്രാവീണ്യം ഉണ്ട്. ഇത് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒരു പൂക്കൾ ആദ്യം ഉണ്ടാക്കി അതിന് ഒരു ചക്രമുണ്ട്. ആ ചക്രത്തിൽ നൂല് ചുറ്റി ചുറ്റി എടുത്തിട്ട് അത് പൂവ് പോലെ ആയി വരും. അങ്ങനെ പൂക്കളൊക്കെ ആദ്യം ഉണ്ടാക്കി എടുത്തതിന് ശേഷം ആ പൂക്കൾ കൂട്ടിച്ചേർത്തിട്ട് അതിനെ പിന്നീട് അത് കൂട്ടിച്ചേർത്ത് അതിനെ
ഇതുപോലെ വെച്ച് ചേർത്ത് വെച്ചിട്ട് വേറൊരു തട്ടിൽ നെയ്തെടുത്ത് ചേർത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് നെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഉടുപ്പുകൾക്ക് ഒരു പ്രത്യേകത ഉള്ള എന്താന്ന് വെച്ചാൽ, സാധാരണയായി ഒരു കുപ്പായം ഉണ്ടാക്കുമ്പോൾ, ഒരു ഫ്രോക്കാകട്ടെ ഒരു ഉടുപ്പാകട്ടെ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ തുണിയെടുത്ത് അത് മുറിച്ചിട്ട് കൈ മുറിക്കണം, കഴുത്ത് മുറിക്കണം, ഉടല് മുറിക്കണം. അത് മുറിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം പിന്നീട് ഇതിൽ കൂട്ടിച്ചേർത്ത് വെച്ച് തയ്ച്ച്, ഒന്നുകിൽ തയ്യൽ മെഷീൻ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കൈ തയ്യൽ വെച്ച് തയ്ച്ച് കൂട്ടിച്ചേർത്ത് തയ്ച്ചിട്ടാണ് ഒരു കുപ്പായം ഉണ്ടാകുക. എന്നാൽ ഒരു കമ്പിളി ഉടുപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തയ്യലൊന്നും പിന്നെ വരാറ് പതിവില്ല. നമ്മൾ മെഷീനിലാട്ടെ കൈത്തയ്യലാട്ടെ ഒന്നും നമ്മൾ തയ്ച്ചെടുക്കുന്നില്ല. പക്ഷേ ഒരു ഉടുപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് അത് അതുപോലെ തന്നെ ഇത് നെയ്തെടുക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്നിൽ ഒരു ചക്രം ഉപയോഗിക്കും പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കൂട്ടിച്ചേർത്ത് നെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 കമ്പി കാണും, 2 കൈയിലും പിടിക്കാൻ വേണ്ടി. അപ്പം ഇത് മാത്രം വെച്ചിട്ട് അത് നൂല് ചുറ്റി നെയ്തെടുത്ത് ഈ ഒരു ഉടുപ്പിൻ്റെ ആകൃതിയിൽ ആക്കുന്നു. ഒരു ഫ്രോക്ക്, കുഞ്ഞു കുട്ടികൾക്കുള്ള ഫ്രോക്കൊക്കെ കാണും, വളരെ ഭംഗിയായിട്ടുണ്ടാക്കും. അതിന് കൈ കാണും, കഴുത്ത് കാണും, അത് ഫ്രോക്കിന് ചുരിവുകളുള്ള ഫ്രോക്ക് കാണും. ഇതെല്ലാം അതിൻ്റെ കറക്റ്റ് അളവും വെച്ച് കറക്റ്റ് സൈസിൽ ഒരു മുറിക്കലോ അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കലോ ഇല്ലാതെ അത് നെയ്ത് എടുക്കും മുഴുവനായി. അങ്ങനെയാണ് ഒരു കമ്പിളി ഉടുപ്പ് നെയ്തെടുക്കുക. ധാരാളമായി കമ്പിളി ഉടുപ്പുകൾ അവിടെ മാർക്കറ്റുകളിൽ വാങ്ങിക്കാനും ലഭ്യമാണ്. കാരണം ഈ സ്ത്രീകളെല്ലാം തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കമ്പിളി ഉടുപ്പുകൾ നെയ്തെടുക്കാൻ ശീലിക്കുന്നവരാണ്. അതിനാൽ തന്നെ പ്രത്യേകമായിട്ടൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് പ്രായമായ സ്ത്രീകൾ, വീട്ടിലിരിക്കുന്നവർക്ക്, വേറെ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ത്രീകൾ, വീട്ടിലിരിക്കുന്നവർ അവരുടെ ഒഴിവ് സമയത്ത് ഇതുപോലെയുള്ള കമ്പിളി ഉടുപ്പുകൾ നെയ്തെടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി വർക്കുകൾ സാരികളിലും മറ്റും നെയ്തെടുത്ത് ചെയ്ത് തുന്നൽ പരിപാടി ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ അവിടെ നോർത്ത് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് കേരളത്തിൽ അങ്ങനെ ഒരു കമ്പിളി ഉടുപ്പിൻ്റെ ആവശ്യം ഇല്ലാത്തതിനാൽ എനിക്ക് അത് ഉണ്ടാക്കുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഒരു ഷാള് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ച് ഞാനും അതിൻ്റെ ഷാൾ ഉണ്ടാക്കാൻ, അവരാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഷാളാണിത്. അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ കയ്യിൽ വെച്ചിരിക്കുന്നു. നമ്മൾക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്പിളി ഉടുപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ പ്രതിപാദ്യത്തിൽ വന്നത്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.